ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാലെടുത്ത് വെപ്പ് വളരെ സസൂക്ഷ്മമായിരിക്കും കോൺഗ്രസ് വെക്കുക. ഇപ്പോഴത്തെ കോൺഗ്രസ് എഫക്റ്റ് അലയടിക്കണമെന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ടുള്ള ഓരോ നീക്കവും. അതിനായിട്ട് LDFിലെ അസ്വസ്ഥതകൾ മുതലെടുക്കുവാനാണ് നീക്കം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ഒപ്പം RJDയും UDFിലേക്ക് എത്തിക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് പാർട്ടിയുള്ളത്. മാണി വിഭാഗത്തെ UDFിലെത്തിച്ചാൽ ഗുണമെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈയുടെ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. വിജയത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ മുന്നണി വിപുലീകരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നു പറഞ്ഞിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാണ് മുന്നണി വിപുലീകരണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. KPCC യോഗം ചേരും. അതിനു മുൻപായിട്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തും. ഈ യോഗത്തിലായിരിക്കും ഏതെല്ലാം കക്ഷികളെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്താൻ മുൻകൈ എടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കേരള കോൺഗ്രസ് മാണി വിഭാഗവും RJDയും LDFിൽ അസ്വസ്ഥരാണ് എന്നാണ് വിലയിരുത്തൽ. ഇരു കക്ഷികളും LDFിൽ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെടുന്നുവെന്ന നിഗമനത്തിൽ UDF എത്തിച്ചേർന്നു. നേരത്തെ UDFിന്റെ ഭാഗമായിരുന്ന ഇരു വിഭാഗത്തെയും തിരിച്ചെത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മുസ്ലിം ലീഗിന്റെ സഹായത്തോടെ ആയിരിക്കും മാണി വിഭാഗത്തെ തിരിച്ചെത്തിക്കുക. ജോസ് കെ മാണി കൂടിയുണ്ടെങ്കിൽ 100 സീറ്റെങ്കിലും UDFിന് ലഭിക്കും എന്നാണ് മുന്നണിയുടെ കാഴ്ചപ്പാട്. UDFിന്റെ കാഴ്ചപ്പാടിനോട് ആഭിമുഖ്യമുള്ള എല്ലാ കക്ഷികളെയും ഒപ്പം ചേർക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ജോസ് കെ മാണിയുടെ കാര്യം വലിയ കഷ്ടത്തിലുമാണ്. ജോസ് കെ മാണിയുടെ വാർഡിൽ പോലും തോറ്റുപോയി. സിറ്റിംഗ് സീറ്റുകൾ പലതും നഷ്ടപ്പെട്ടു. ശക്തി കേന്ദ്രങ്ങളിൽ ബിനു പുളിക്കകണ്ഠവും കുടുംബവും നേടിയ വിജയം വലിയ നാണക്കേടുണ്ടാക്കി. കേരള കോൺഗ്രസ് എമ്മിന് സന്തോഷിക്കാൻ വകയൊന്നും നൽകാതെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരശ്ശീല വീണത്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള സ്വാധീനം ഇടതുപക്ഷത്തിന് കരുത്തായിരുന്നു. എന്നാൽ ശക്തമായ UDF തരംഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിനും കാലിടറിയ കാഴ്ച നമ്മൾ കോട്ടയത്തും ഇടുക്കിയിലും കണ്ടു. കഴിഞ്ഞ തവണത്തെ തിളക്കം നഷ്ടമായതോടെ പാർട്ടിക്ക് വലിയ അവകാശവാദങ്ങൾ ഉയർത്താനും ഇനി സാധിക്കില്ല. നിലവിൽ മത്സരിച്ച നിയമസഭാ സീറ്റുകളിൽ 3 തിരികെ CPM ഏറ്റെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ജോസ് കെ മാണി ക്യാമ്പിൽ ആശങ്കകൾ ഉടലെടുത്തു കഴിഞ്ഞു. ഇതോടെ LDF വിടണമെന്ന ആവശ്യവുമായിട്ട് പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പാലാ നഗരസഭയിൽ തിരിച്ചടി ശ്രദ്ധേയമാണ്. കടുത്ത എതിരാളിയായ ബിനു പുളിക്കകണ്ഠവും കുടുംബവും നേടിയ വിജയം പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയത്. ഇതോടെ കോട്ടയം ജില്ലയിലെ ചില ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വിജയശേഷി നഷ്ടമായി എന്ന് പാർട്ടിക്ക് പോലും വിശ്വസിക്കുന്നുണ്ട്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡ് LDFിൽ നിന്നും കോൺഗ്രസ് കൈവശപ്പെടുത്തിയതും കേരള കോൺഗ്രസ് എമ്മിന് വലിയ നാണക്കേടായി തീർന്നു. കോട്ടയം ജില്ലയിൽ ഇത്തവണ വർദ്ധിച്ച 88 വാർഡുകളിൽ 40ഉം കേരള കോൺഗ്രസിനാണ് CPM നൽകിയത്. 48 സീറ്റുകൾ കൂടുതലും നൽകി. പരമ്പരാഗത കേരള കോൺഗ്രസ് എം മേഖലകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാതെ ഇടതു സ്വതന്ത്രരെ നിർത്തുകയും ചെയ്തു. ഇതിനെല്ലാം നിരാശയായിരുന്നു ഫലം. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 5 ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് എം വിജയിച്ചിരുന്നു. 4 തവണ അത് 4 കുറഞ്ഞു. ശക്തമായ UDF തരംഗത്തിനിടയിലും കഴിഞ്ഞ തവണത്തെ അതേ സീറ്റ് നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷൻ കുറഞ്ഞെങ്കിലും പാലായിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്തിയെന്നും കിഴക്കൻ മേഖലകളിൽ കൂടുതൽ വാർഡുകൾ നേടിയെന്നും ചൂണ്ടിക്കാണിക്കുന്നു. UDFിൽ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം അതേസമയം കാഴ്ചവെച്ചതും കാണാനായി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 4 ഡിവിഷനിലും വിജയിച്ചു. കഴിഞ്ഞ തവണ 2 വിജയം. കഴിഞ്ഞ തവണ UDFിൽ നിന്നും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് LDF സ്വന്തമാക്കിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെയായിരുന്നു. തുടർന്ന് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും റോഷി അഗസ്റ്റിൻ വമ്പൻ വിജയം നൽകിക്കൊണ്ട് ജില്ലയിൽ കേരള കോൺഗ്രസ് എം ശക്തി തെളിയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 4 ഇടങ്ങളിൽ മത്സരിച്ചുവെങ്കിലും വിജയിച്ചില്ല. ശക്തി കേന്ദ്രമായ കട്ടപ്പന നഗരസഭയിൽ ഭരണമാറ്റമെന്ന സ്വപ്നവും പൊരിഞ്ഞു. പക്ഷേ ലഭിച്ച സീറ്റുകളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട്. അതേസമയം UDFിൽ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വലിയ വാർത്തയായി മാറി. ജില്ലാ പഞ്ചായത്തിൽ 5 മത്സരിച്ച പാർട്ടി 4 സീറ്റുകൾ നേടി. കേരള കോൺഗ്രസുകാർക്കിടയിൽ PJ ജോസഫ് കൂടുതൽ കരുത്തനാകുന്നതും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു.